ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരൊറ്റ തവണ ഉണ്ടാക്കാൻ എപ്പോഴും കഴിക്കാൻ തോന്നുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. കുട്ടീസിനടക്കം എല്ലാവരുടെയും ഫേവറേറ്റ് ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ നിറയെ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെടുത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് നല്ല പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേന്ത്രപ്പഴം നന്നായിട്ട് വേവിച്ച് ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിലാക്കുക എന്നുള്ളതാണ്. നല്ല പഴുത്ത പഴമാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ തൊലിയൊക്കെ കറുത്ത പഴം ഉണ്ടാവില്ലേ, അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്ത് അതൊന്ന് ചുരുങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഓൾറെഡി പഴത്തിന് മധുരം ഉണ്ടാവും. അപ്പോൾ ഞാൻ വളരെ കുറച്ച് 1.5 ടീസ്പൂൺ അത്രേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. അപ്പോഴേക്കും പഴം നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഏകദേശം പഴം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക അളവൊന്നുമില്ല. ഒരു 1/2 കപ്പ് കുറഞ്ഞത് ഇടുക. അതിൽ കൂടുതൽ ഇട്ടാലും അടിപൊളിയായിരിക്കും. കാരണം തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് വഴറ്റണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ആ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെയാണ് ഇതിൽ കഴിക്കാൻ രസം ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തവി വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഈ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിൽ നമ്മൾ ഏലക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെ മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നമ്മളിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 1.5 കപ്പിൽ ഏകദേശം 5 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവ് നിങ്ങൾ നോക്കിയിട്ടെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. പകരം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മൊത്തമായിട്ട് നെയ്യ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചപ്പാത്തി പോലെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡോ അല്ല നമുക്ക് വേണ്ടത്. കുറച്ചൊന്ന് ലൂസായിട്ട്, അത്രയും വേണ്ട, ചെറുതായിട്ടൊന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കണ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കാൻ നോക്കുക. നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുത്തിട്ട് വരാം. നല്ല പോലെ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് വരുമ്പോൾ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ഓയിലാക്കിയിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഫില്ലിങ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മാവ് കുഴച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാവ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാനിത് ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാവ് എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. നമ്മൾ മൈദയൊക്കെ പൊറോട്ടയ്ക്ക് വേണ്ടി കുഴക്കില്ലേ, അതേ പരുവത്തിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു 5 ബോൾസ് ആക്കിയിട്ട് മാറ്റാം. 6 വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. 5 ആകുമ്പോൾ ഏകദേശം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ 2 പേർക്ക് കഴിക്കാനുള്ള അളവാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പരത്തിയെടുക്കാം. പരത്താൻ വേണ്ടി പൊടി ഉപയോഗിക്കേണ്ട, പകരമായിട്ട് നമ്മൾ ഓയിൽ ഉപയോഗിക്കാൻ നല്ലത്. അപ്പോൾ ഇത്രയും ഓയിൽ കഴിക്കാത്തവരാണെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, പൊടി വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓയിലാകുമ്പോൾ കുറച്ചും കൂടി മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാം. നല്ല തിന്നാക്കി പരത്തുക, പക്ഷേ കീറിപ്പോകരുത്. കീറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമ്മൾ 5 പീസ് മാവ് എടുത്തുകൊണ്ട് 5 ഭാഗമായിട്ട് മാറ്റിയാൽ മതി ഫില്ലിങ്ങിന്. എന്നിട്ട് നമുക്ക് അതിലൊരു ഭാഗം വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതുപോലെ 4 സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക, അടിഭാഗത്ത് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഈ നേന്ത്രപ്പഴത്തിൻ്റെ തേങ്ങയുടെ ഫില്ലിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇതും നമ്മൾ 4 സൈഡിൽ നിന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കേണ്ട പണിയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വെറുതെ ഒരു ചായ തന്നെ മതി രാവിലെ കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്കിനി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ അല്ല 1.5 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പകരം വെളിച്ചെണ്ണയോ നെയ്യോ എടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് വേവിക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക, എന്നാലും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഒരു സൈഡ് റെഡി ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ടൊരു 3-4 തവണയായിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് നന്നായിട്ട് ഇതൊന്ന് റെഡിയായിട്ട് നല്ല വെന്ത് കിട്ടുക.
പിന്നെ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും വേണ്ടി വരില്ല വെന്ത് കിട്ടാനായിട്ട്. കാരണം ആ ലെയറൊക്കെ നല്ല തിന്നായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചോട്ട് നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇത്. ശരിക്കും പറഞ്ഞാൽ ചൂടോടെ കഴിക്കാൻ നല്ല മൊരിഞ്ഞിരിക്കും. ചൂടില്ലെങ്കിൽ പിന്നെ അത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഉണ്ടാവുക. എനിക്ക് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഇത് ഇഷ്ടം. ഇവിടെ മോനൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എന്തായാലും കുട്ടികളുള്ളവരും അല്ലാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നിറയെ തേങ്ങയും അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഒക്കെ കൂടി ആയിട്ട് ഒരു അടാറ് ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുന്നു വിചാരിക്കും. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.